എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തേനീച്ചയുടെ അഥവാ ബീ വാക്സ്, തേനീച്ചയുടെ തേനെടുത്ത് കഴിഞ്ഞിട്ടുള്ള അട നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു ചെരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ അടുപ്പേ വെച്ചു. അതിനകത്തോട്ട് ഈ വാക്സ് എല്ലാം ഇട്ടു. അതായത് നമ്മൾ ഈ തേനീച്ചയുടെ അട കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടു. വെള്ളം തിളച്ച് ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ ഈ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ തേനെടുത്ത് കഴിഞ്ഞിരിക്കുന്ന അട അത് ഉരുകി ഒരു വെള്ളം പോലെയാകും. വെള്ളം പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഴുകാ പിന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്നത്. ശരിക്കും മെഴുക് മാത്രമല്ല, മെഴുകിൻ്റെ കൂടെ ഇതിൻ്റെ ഈ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ ഈ വേസ്റ്റ് എല്ലാം ഉണ്ടാവും. നമ്മളതിനെ പിന്നെ അരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാനതിനെ മുഴുവൻ ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് ഒരു അരിപ്പ പാത്രം വെച്ചിട്ട് ഓരോ തവിയിൽ കോരി ഒഴിച്ച് അങ്ങനെ ഞാൻ മെല്ലെ അതിനെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തും ഒക്കെ ഒഴിച്ചൊഴിച്ച് ചൂടോടെ തന്നെ ഒഴിക്കണം. ചൂടാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കട്ട പിടിച്ച് മെഴുകായി പോകും. അപ്പം നമ്മളിത് ചൂടോടെ തന്നെ ഒഴിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത്ര സൂക്ഷിച്ചും ചെയ്യണം. കാരണം ഇതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ വീഴുമ്പോൾ തന്നെ നമുക്ക് മെഴുകുതിരിയൊക്കെ ഉരുകി നമ്മുടെ കയ്യിലൊക്കെ വീഴുമ്പോൾ ആ ഒരു വേദനയില്ലേ, ആ വേദന വരും. അതേപോലെ ഇത് മേത്ത് വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇതാ ഉരുകി നമ്മൾ ഓരോ തവിയായിട്ട് കോരി ഒഴിച്ചു. ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കോരി ഒഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ കൂടെ ആളുണ്ടെങ്കിൽ നമുക്കൊരു വലിയ അരിപ്പ വെച്ചിട്ട് ആ ചെരുവത്തോടെ എടുത്ത് ഒറ്റ ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം തീരും. പക്ഷേ എനിക്ക് അങ്ങനെ ഹെൽപ്പിന് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും. തന്നെയല്ല, വലിയ അരിപ്പ എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്തുള്ളത് ഈ ചെറിയ അരിപ്പയാണ്. പിന്നെ തുണിക്ക് ഈ പോലെയുള്ള നമ്മൾ നെറ്റൊക്കെ പോലെയുള്ള സംഭവം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ അരിപ്പയാണെങ്കിൽ ആ അരിപ്പ നമ്മൾ പിന്നെ തിളച്ച വെള്ളത്തിലിട്ട് കഴുകിയെടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ആ മുഴുവൻ മെഴുകും കോരിയെടുത്തിട്ട് ആ കോരിയെടുത്ത പാത്രം വീണ്ടും അടുപ്പേ വെച്ച് ഈ നമുക്ക് ഒഴിച്ച് കിട്ടിയ മെഴുക് മുഴുവൻ വീണ്ടും ആ ചെരുവത്തിലേക്ക് ഒന്നും കൂടി ഒഴിച്ചു, അടുപ്പയിലോട്ട് വെച്ചു. സെയിം പാത്രത്തിൽ തന്നെ കേട്ടോ. മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതേ പാത്രത്തിലോട്ട് വീണ്ടും ഒഴിച്ചു. എന്നിട്ട് വീണ്ടും ഇളക്കി. ഇതുണ്ട് കട്ടകളായിട്ട് കിടക്കുക മെഴുക് നമുക്ക് കിട്ടി. അപ്പോൾ അതിനുള്ളിൽ കറുത്ത വെള്ളവും, നമുക്ക് കറുത്ത അടയൊക്കെയല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കറുത്ത അടയൊക്കെ ആ കറുത്ത വെള്ളം പോലെ കിടക്കും. അപ്പം അതെല്ലാം നമ്മൾ വീണ്ടും ഒന്നും കൂടെ നമ്മളതിനെ അരിച്ചെടുക്കണം. അതിനാണ് നമ്മൾ ഒന്നുകൂടെ അടുപ്പയിലോട്ട് അതിനെ വീണ്ടും വെച്ചത്. അതിനകത്ത് കുറേ വീണ്ടും അതിൻ്റെ വേസ്റ്റൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നല്ല ചെറിയ തരിയായിട്ടുള്ള കണ്ണിയുള്ള അരിപ്പയാണെങ്കിൽ കുറേയും കൂടെ നീറ്റായിട്ട് കിട്ടും. എൻ്റെ അത്രയും ചെറുതല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ വെച്ചു. എന്നിട്ട് അതിനെ ഉരുക്കിയെടുത്തിട്ട് ഈ ആ സെയിം സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് തന്നെ നമ്മൾ ഉരുകിയ ഈ മെഴുകിനെ ഇത് കണ്ടുകൊണ്ടോ ഉരുകി. അപ്പം അങ്ങനെയാണ് മെഴുകിയിരിക്കുന്നത്. അപ്പം നമ്മളതിനെ ചൂടോടെ തന്നെ ഈ അരിപ്പയ്ക്കകത്തോട്ട് കോരി ഒഴിച്ചു. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയൊക്കെ ആണെങ്കിൽ ഉരുകിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കോരി ഒഴിച്ച് വീഡിയോ എടുക്കുക ഞാൻ തന്നെയാണേ. അതുകൊണ്ട് കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. കണ്ടൻറ്റുകളും ഉണ്ട്, പക്ഷേ വീഡിയോ എടുക്കാനും ഇടാനും നമ്മളത് എഡിറ്റ് ചെയ്തൊക്കെ ഇടാനുള്ളൊരു സാഹചര്യക്കുറവ് കൊണ്ടാണ്. നമ്മുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ പറയല്ലേ, അതുപോലെയാണ്. നമുക്കത്രയും സമയം കിട്ടാറില്ല. പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഇത് മുഴുവൻ നമ്മൾ രണ്ടാമതൊന്നും കൂടെ ഉരുക്കി കഴിഞ്ഞപ്പം ഇങ്ങനെ കിട്ടി. അത് ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ചു. ഈ ഓവർനൈറ്റ് ഫുൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തണുത്ത് കട്ടയായി, മെഴുക് കട്ടയായി. ഞാനതിനെ ആ പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ ഇച്ചിരി പാടുപെട്ടു കേട്ടോ. എന്നാലും വേണ്ടില്ല, ഊരിയെടുത്തപ്പോൾ കണ്ടോ അതിൻ്റെ അടിഭാഗത്ത് വീണ്ടും വേസ്റ്റ് കൊണ്ടിരിക്കുക. അപ്പോൾ ആ വേസ്റ്റിനെ നമുക്ക് ഇത് ഊരിയെടുത്തിട്ട് ചിരണ്ടി കളയാം. ഞാനൊരു ഇങ്ങനെ കിട്ടിയ നല്ല, പക്ഷേ ഈ അടിഭാഗത്ത് ഈ വേസ്റ്റ് ഉണ്ടെങ്കിലും ഇപ്പുറത്തെ ഭാഗം നല്ല ക്ലീനാണ്.
ഇങ്ങനെ തന്നെയാണ് ഫുള്ളിരിക്കുന്നത്, പക്ഷേ ഈ അടിഭാഗത്ത് മാത്രമേ വേസ്റ്റ് അടിഞ്ഞിട്ടുള്ളൂ. അപ്പം അതിനെ ഞാനൊരു കരണ്ടി വെച്ചിട്ട് മുഴുവൻ ഇങ്ങനെ ചിരണ്ടി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. പിന്നെ ഒരു ശകലം കളർ വ്യത്യാസം അടിഭാഗത്ത് കാണും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എടുക്കുമ്പോൾ ആ ഭാഗം അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചെത്തി അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകും. വെറുതെ എന്തിനാ കുറേ മെഴുക് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇതിനൊരു നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ല്. കളറ് കണ്ടോ, നല്ല യെല്ലോ കളറ് മെഴുകാത്, നല്ല മണമുണ്ടേ. നമ്മളിത് വിൽക്കുക തന്നെയാണ്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്കടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് തൂക്കിയിട്ട് നമ്മൾ കൊറിയറായിട്ടോ എങ്ങനെയെങ്കിലും അയച്ചു തരുന്നതായിരിക്കും. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിതിങ്ങനെ മുഴുവൻ ചിരണ്ടി എടുത്ത് ഇത്രയും ചിരണ്ടി, ഇനി ഇതുകൊണ്ട് ഞാൻ നിർത്തുക. അധികം ഞാൻ കൂടുതലായിട്ട് ഇനി പിന്നെ ചിരണ്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒത്തിരി ചിരണ്ടി കഴിഞ്ഞാൽ ആ മെഴുക് മുഴുവൻ നമുക്ക് വേസ്റ്റായിപ്പോവും. അപ്പോൾ അവിടം കൊണ്ട് ചിരണ്ടി ഞാൻ നിർത്തി. ഇനിയിപ്പോൾ അധികം ചിരണ്ടുന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.